ബിഗ് ബോസ് വീട്ടിൽ നിന്നും 5 ലക്ഷം രൂപയുടെ പണപ്പെട്ടിയുമായി മടങ്ങിയ സായ് കൃഷ്ണ തന്റെ പഴയ ശൈലിയിൽ കാറിലിരുന്ന് വീണ്ടും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഭാര്യ സ്നേഹ, ബിഗ് ബോസിലെ സഹമത്സരാർത്ഥിയായ നന്ദന എന്നിവർക്ക് പുറമെ മറ്റ് 2 സുഹൃത്തുക്കൾക്കൊപ്പമാണ് സായ് പുറത്തെത്തിയ ശേഷമുള്ള ആദ്യ വീഡിയോ പങ്കുവച്ചത്. ഈ ചാനലിലിരുന്ന് വീഡിയോ ഇടുമ്പോൾ മാത്രമായിരിക്കും സീക്രട്ട് ഏജന്റ് എന്ന എന്നിലെ ആ വേരിയന്റിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സായ് കൃഷ്ണ എന്നതാണ് റിയാലിറ്റിയും വ്യക്തിത്വവും. സീക്രട്ട് ഏജന്റ് എന്ന ഈ ചാനലിലിരുന്ന് ഇനിയും ഞാൻ പ്രതികരണം നടത്തും. എന്റെ വാദങ്ങളും ന്യായങ്ങളും പറയുന്നത് തുടരും. പക്ഷേ പറയുന്ന കാര്യത്തിലും ഓഡിറ്റിങ്ങിലും വ്യത്യാസമുണ്ടാകും, സായ് പറയുന്നു. ചില വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ആ വിഷയത്തെ വലിച്ചെടുത്ത് കൊണ്ടുവരുമ്പോൾ വരുമാനം മാത്രം കൂടുതലായി നോക്കിയൊരു സമയം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ സീക്രട്ട് ഏജന്റ് എന്ന വേരിയന്റ് എന്നത് എൻ്റെ ജീവിതത്തെയും ബാധിച്ചു തുടങ്ങി. എന്തുകൊണ്ട് ബിഗ് ബോസിൽ സീക്രട്ട് ഏജന്റ് ആയില്ലെന്ന് ചോദിച്ചാൽ ഞാനായി തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചത്. ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകർ എതിർത്താലും എനിക്കതിൽ യാതൊരു കുറ്റബോധവുമില്ല. ഞാനെന്ന നിലയിൽ നിന്നാലേ എനിക്ക് ജീവിതമുള്ളൂ. കുടുംബവും സുഹൃത്തുക്കളും ഒക്കെയാണ് പ്രധാനം. ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാൻ അകത്തുള്ളപ്പോഴാണ് സ്നേഹയും അഭിയും വീഡിയോ ഇട്ടത്. ഞാനാണ് അകത്തുള്ളതെന്ന യാതൊരു പരിഗണനയും നൽകാതെ അവർക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു Q&A നടത്താം, അല്ലെങ്കിൽ 1-2 അഭിമുഖങ്ങളിലും വരാമെന്നും സായ് വ്യക്തമാക്കുന്നു. ഞാൻ വീഡിയോ നിർത്തില്ല. എൻ്റെ വരുമാന മാർഗം ഇതാണ്. അല്ലാതെ എൻ്റെ വീട്ടിലേക്ക് അരിയും സാധനങ്ങളും കൊണ്ടുതരില്ലല്ലോ. ഞാൻ തുടർന്ന് വീഡിയോ ചെയ്യും. എങ്കിലും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഓഡിറ്റ് ഉണ്ടാകും. ഇതുവരെ അത് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇനി അത് വേണമെന്നാണ്. പണപ്പെട്ടിയെടുത്ത് പുറത്തിറങ്ങുകയെന്ന തീരുമാനം പെട്ടെന്നുണ്ടായതല്ല. അത് സംബന്ധിച്ച ചർച്ചകൾ കഴിഞ്ഞ 2 ആഴ്ചയോളമായി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം തുടർച്ചയായിട്ടാണിത്. പിന്നെ പലരും പറയുന്നത് നന്ദനയ്ക്ക് ഒരു വീടെന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ പണപ്പെട്ടിയെടുത്തതെന്ന്. നന്ദനയ്ക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. 23 വയസ്സിൽ ഈ കുട്ടി നേടിയ പല കാര്യങ്ങളും ജീവിതത്തിൽ തന്നെ നേടാത്തവരാണ്. ഞാനും സിജോയും നന്ദനയ്ക്ക് എന്താണ്, അവർക്ക് എന്ത് ചെയ്തു കൊടുക്കും എന്ന് ചോദിച്ചാൽ അവളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മൊത്തം ഞാൻ കൊണ്ടുപോകും. എന്നെ അവൾ എങ്ങനെയൊക്കെ ടേക്ക് കെയർ ചെയ്തു എന്നുള്ളത് ബിഗ് ബോസിൽ എല്ലാവരും കണ്ടതാണ്. ഞങ്ങളുടെ ബന്ധത്തെ പൈസ വെച്ച് ആരും നോക്കേണ്ടതില്ല. അത് നോക്കുന്നവരുണ്ടെങ്കിൽ അവർ നാളെ ഒരു 5-10 ലക്ഷം കൊണ്ടുവന്നിട്ട് നോക്കൂ. അത് ചെയ്തിട്ടാണെങ്കിൽ എന്നോട് പറയൂ. നന്ദന എൻ്റെ സഹോദരിയാണ്. ഞാൻ അവൾക്ക് എന്ത് ചെയ്തു കൊടുക്കും എന്നുള്ളത് എനിക്ക് പുറത്ത് ആരോടും പറയേണ്ട കാര്യമില്ല. ബിഗ് ബോസിൽ അങ്ങനെ ഒരു സംസാരം വരാൻ കാരണം നന്ദന തന്റെ ആവശ്യം തുറന്നു പറഞ്ഞിരുന്നു. അവർ ആരും തങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നില്ല. കഴിഞ്ഞ സീസണിൽ ഒരാളുടെ ആവശ്യം പറഞ്ഞു, എല്ലാവരും നിന്നു. ഇത്തവണ ആരും അത്തരമൊരു കാര്യം പറഞ്ഞില്ല. നന്ദനയ്ക്കൊരു വീട്, അതിന് എൻ്റെ പണപ്പെട്ടി എന്നതൊന്നുമില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഉറപ്പായും ചെയ്യും. പിന്നെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നന്ദനയ്ക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും സായ് പറയുന്നു.